So in the last class we have discussed about the introductory part of OR. OR subject എന്താണെന്ന് നമ്മൾ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് we have discussed what is assignment problem. അതെങ്ങനെ സോൾവ് ചെയ്യണം, ഒരു അസൈൻമെന്റ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രൊഡക്ടറി ഐഡിയ മാത്രം പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് സെഷൻ വൈൻഡ് അപ്പ് ചെയ്തത്. ആർക്കെങ്കിലും കഴിഞ്ഞ ദിവസം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ you can ask me. Any doubts? മാം, ആ ക്വസ്റ്റ്യനിലെ അലോക്കേഷൻ ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു. മാർക്കിംഗ് ആണോ? ഇല്ല, അത് കഴിഞ്ഞിട്ടുള്ള അലോക്കേഷൻ. ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ, we will discuss that. So let this be our question, first question of discussion. Okay, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. Find the optimum solution to the following assignment problem showing the cost for assigning workers to job. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോറി, ഫൈൻ. So I will move on to the next question. Sorry. Okay, this is a different one. Find an optimal assignment of 4 jobs, 4 missions when the cost of the assignment is given. So cost is given and you are asked to find the optimal assignment of 4 jobs. കഴിഞ്ഞ ദിവസം ആദ്യം ഞാൻ ഇനിഷ്യലി പറയാൻ പോകുന്നത് ഐ എം നോട്ട് ആഡിങ് ഓൺ എനിത്തിങ്, കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതേ ആദ്യം ചെയ്യുന്നുള്ളൂ. ആ പ്രോസസ്സ് ഒന്ന് തറവായി നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം വി വിൽ മൂവ് ഫോർവേഡ്. കാരണം ലാസ്റ്റ് സ്റ്റേജ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. So missions, 4 missions are given and 4 jobs J1 to J4 is given. First step എന്ന് പറയുന്നത്, as you all know, it is the row operation. Okay, so what is row operation? You will find the smallest value in each row and deduct it from the each element of that row. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in the first row the smallest one is 7, in the second row it is 3. അപ്പോൾ ഈ 3നെ നമ്മൾ എല്ലാത്തിനും സബ്ട്രാക്ട് ചെയ്യും. Likewise in the third row the smallest element is 1. അപ്പോൾ 1നെ എല്ലാ പെർട്ടിക്കുലർ എലമെന്റ്സിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് ഉള്ള ഒരു പുതിയ ടേബിൾ, ന്യൂ ടേബിൾ വി വിൽ ഫോം ആഫ്റ്റർ റോ ഓപ്പറേഷൻ. ഇപ്പോൾ റോ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദ റോ ഓപ്പറേഷനിൽ സ്റ്റെപ്പായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. സ്റ്റെപ്പ് 1 ഇസ് ദ റോ ഓപ്പറേഷൻ. And new table അല്ലെങ്കിൽ reduced matrix. 7 was the smallest element. So 10 minus 7, it is 3. 9 minus 7, it is 2. 8 minus 7, it is 1. 7 minus 7, 0. ഇനി അടുത്ത റോ ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റ് 3 ആണ്. അപ്പൊ 3 മൈനസ് 3, 0. 4 മൈനസ് 3, എല്ലാ എലമെന്റിൽ നിന്നും മൈനസ് ചെയ്യുന്നു. 5 minus smallest element 3, 2. 6 minus 3, it is 3. Clear? അതുപോലെ അടുത്ത റോ, the smallest element in the third row is 1. So 2 minus 1, 1. 1 minus 1, that is 0. Again the element is 1. So 1 minus 1, 0. Likewise, you will prepare a reduced matrix or a new table after the row operation. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. So the first step is, hope the first step is clear to all. And moving on to the next step. റോ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ടേബിൾ കേട്ടോ, അതായത് ഈ റെഡ്യൂസ്ഡ് മെട്രിക്സ് വെച്ചിട്ട് with this new table you will proceed to the next step, that is the column operation. Column operation ചെയ്യുന്നത്, you have to find out the
സ്മോളസ്റ്റ് ഐറ്റം ഇൻ ഈച്ച് കോളം. ആദ്യത്തെ കോളം എടുത്താൽ 0 തന്നെയാണ്. അപ്പൊ ഈ കോളം അതുപോലെ തന്നെ എഴുതും, 3 0 1 2. Next one, if you take the smallest one, there also the smallest value is 0. അപ്പൊ അതും അതുപോലെ തന്നെ എഴുതും. Next, third column, the values are the same because the smallest element in that column is 0. Finally, last column എടുത്താലും അതിന്റെയും smallest element എന്ന് പറയുന്നത് 0 തന്നെയാണ്. So you will write it as such. ഇതുവരെ ക്ലിയർ ആയവർക്ക് you can post it in the chat box whether you are clear or not. ഫസ്റ്റ് 2 സ്റ്റെപ്പ്, കാരണം നിങ്ങൾ ആരും ഡൗട്ട് ചോദിക്കാത്തതുകൊണ്ട് ഐ ആം ഡൗട്ട്ഫുൾ ഇൻ ദ സെൻസ് ദാറ്റ് വെദർ യു അണ്ടർസ്റ്റുഡ് എനിത്തിങ് ഓർ എന്തെങ്കിലും മനസ്സിലായിട്ടാണോ അതോ ഒന്നും മനസ്സിലാവാത്തതുകൊണ്ടാണോ ഡൗട്ട് ചോദിക്കാത്തത് എന്നുള്ളതാണ് ഇപ്പൊ എൻ്റെ ഡൗട്ട്. Some are responding. Okay, first row operation, column operation. മാം ഇത് മേളിലും താഴെയും സെയിം ആയിട്ടല്ലേ എഴുതിയേക്കുന്നത്? അതെന്തുകൊണ്ടാ? കോളം ഓപ്പറേഷന്റെ എല്ലാ കോളത്തിലെയും സ്മോളസ്റ്റ് എലമെന്റ് എന്ത് തന്നെയാ? 0 തന്നെയാ. അത് ഈ കോളം എടുക്കുക 0, ഈ കോളം എടുക്കുക, അവിടെയും സ്മോളസ്റ്റ് എലമെന്റ് ഏതാ? 0 ആണ്. അടുത്ത കോളം എടുക്കുമ്പോഴും എന്താ സ്മോളസ്റ്റ് എലമെന്റ്? 0 ആണ്. അതായത് നമ്മളിപ്പോ റോ എടുത്തപ്പോൾ സി ഇതായിരുന്നു നമ്മുടെ ഇനിഷ്യൽ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇനിഷ്യൽ മെട്രിക്സ് എന്ന് പറയാം, ഓർ ഇനിഷ്യൽ ടേബിൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യു ക്യാൻ കോൾ. അപ്പൊ ആദ്യത്തെ ടേബിൾ മീൻസ് ഈ ഇനിഷ്യൽ ടേബിളിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന റോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ റോയിലെയും എലമെന്റ് ഏതാണോ, സ്മോളസ്റ്റ് എലമെന്റ് ഏതാണോ അതിനെ കണ്ടുപിടിച്ചിട്ട് ആ എലമെന്റിൽ നിന്ന് മൈനസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ 7 ആയിരുന്നു ഫസ്റ്റ് റോയില്, അടുത്തതിൽ 3 ആയിരുന്നു, നെക്സ്റ്റ് 1 ആയിരുന്നു, പിന്നെ 2 ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒരു റെഡ്യൂസ്ഡ് മെട്രിക്സ് പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഈ റെഡ്യൂസ്ഡ് മെട്രിക്സിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ന്യൂ ടേബിളിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കോളം ഓപ്പറേഷൻ ചെയ്യേണ്ടത്. ക്ലിയർ? ക്ലിയർ. ഹലോ എല്ലാരും ഓഡിയോ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഓഡിയോ കേൾക്കുന്നില്ല. ഇല്ല. ഞാൻ വിചാരിച്ച എന്റെ കണക്ഷൻ ലോസ്റ്റ് ആയെന്ന്. ഞാൻ കണക്ഷൻ ലോസ്റ്റ് ലെഫ്റ്റ് അടിച്ച് ജോയിൻ ചെയ്തു. ഞാനും ഞാൻ ഫോൺ ആകാശപ്പെട്ട് ഇങ്ങനെ മുകളിലോട്ടൊക്കെ ആക്കി. മാം ജോയിൻ ചെയ്തു. ഓക്കെ, അത് പവർ ഫെയിലിയർ ആണ്. ഇപ്പം വേറൊരു നെറ്റ് കണക്ഷൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പോകുന്ന കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും ക്ലാസ് നമുക്ക് കവർ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ.
ഓക്കെ, അപ്പോൾ റെഡ്യൂസ്ഡ് മെട്രിക്സിൽ നിന്ന് വേണം, ആ ഫസ്റ്റ് ഓപ്പറേഷനിൽ നിന്ന് വരുന്ന റെഡ്യൂസ്ഡ് മെട്രിക്സിൽ നിന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കോളം ഓപ്പറേഷൻ. കോളം ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയിൽ ചെയ്ത പോലെ തന്നെ എല്ലാ കോളത്തിലെയും സ്മോൾ എലമെന്റ്, ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ല, ഇങ്ങനെ മാർക്ക് ചെയ്താൽ എല്ലാത്തിലും സ്മോളസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ് ഈ ക്വസ്റ്റ്യനിൽ. അതുകൊണ്ടാണ് ഈ മെട്രിക്സ് തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിലെ മെട്രിക്സ് തന്നെയാണ് കോളം ഓപ്പറേഷനിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 2 വരെ ഓക്കെ ആയി. മൂവിങ് ടു ദി സ്റ്റെപ്പ് 3, ദാറ്റ് ഇസ് ദി മാർക്കിംഗ്. അതിപ്പോ ഞാൻ ഇതിനകത്ത് ആദ്യം ചെയ്തേക്കുന്നത് മാർക്കിംഗ് ചെയ്യോ, കഴിഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ there are 2 kinds of marking. ആദ്യം നമ്മൾ ചെയ്യുന്നത് റോ വൈസ് മാർക്കിങ്ങും അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് കോളം വൈസ് മാർക്കിങ്ങും ആയിരിക്കും. So row wise and column wise. അപ്പൊ ആദ്യം റോ വൈസ് എന്ന് പറയുമ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം, വെദർ ഇറ്റ് ഇസ് റോ ഓർ കോളം, സിംഗിൾ സീറോ, അതൊരു കോളത്തിലായാലും റോയിലായാലും സിംഗിൾ സീറോ ആണെങ്കിൽ മാത്രമേ മാർക്ക് ചെയ്യാവൂ. യു ഷുഡ് മാർക്ക് only when single zero is present. അപ്പൊ ആദ്യം നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യേണ്ടത് റോ വൈസ് ആണ്, കഴിഞ്ഞ ശേഷമേ കോളം. അപ്പൊ ആദ്യത്തെ റോ അത് ഏത് മെട്രിക്സിന്റെ ആയിരിക്കണം, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ കോളം ഓപ്പറേഷനിൽ കിട്ടിയ ടേബിൾ ഏതാണോ അതിന്റെ ബേസിസിൽ വേണം അടുത്തത് മാർക്ക് ചെയ്യാൻ. അപ്പൊ ഫസ്റ്റ് റോ എടുക്കുക, ഒരു 0, എക്സാക്ട്ലി ഒറ്റ 0യെ ആ റോയിലുള്ളൂ, അതുകൊണ്ട് അതിനെ അങ്ങ് മാർക്ക് ചെയ്യാം. അടുത്ത റോയിലോട്ട് പോവാം, അവിടെ എക്സാക്ട്ലി ഒരു 0യെ ഉള്ളൂ, മാർക്ക് ചെയ്യാം. പക്ഷെ മാർക്ക് ചെയ്യുമ്പോഴെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, വെൻ യു ആർ മാർക്കിംഗ് യു ഹാവ് ടു ക്യാൻസൽ ദാറ്റ് കോളം. അതായത് റോ വൈസ് മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇവരിവിടെ ഇങ്ങനെ ചെയ്തിട്ടില്ല, ദേ മൈറ്റ് ഹാവ് ഡൺ, ആ പെർട്ടിക്കുലർ ടൈമിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് വന്നുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. ലെറ്റ് ഇറ്റ് ബി ദർ. ഓക്കെ, അപ്പൊ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇപ്പൊ റോ വൈസ് ആണ് നമ്മൾ മാർക്ക് ചെയ്തെങ്കിൽ യു കട്ട് ദിസ് കോളം. അതുപോലെ അടുത്ത റോ എടുത്തു നമ്മൾ, അടുത്ത റോ എടുക്കുമ്പോൾ എക്സാക്ട്ലി ഇത് എവിടെ ഒരു 0 ഉണ്ട്, സോ കട്ട് ദാറ്റ് കോളം. ഐ വിൽ ഷോ ഇറ്റ് ആസ് സെപ്പറേറ്റ്. അതായത് ഇത് വരെ കിട്ടിയുള്ള വാല്യൂസ് 3, 2 മാർക്കിംഗ് മാത്രം ചെയ്യുവാണേ. യു ക്യാൻ ഓൾസോ ഡു വിത്ത് മീ. അപ്പൊ എങ്ങനെയാണ് ഈ അലോക്കേഷൻ വന്നതെന്ന് മനസ്സിലാവും. 1, 2, 3, 1, 0, 0, 1. ഓക്കെ, അപ്പൊ ഇതിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, തുടക്കം തൊട്ട് പറയാണ് മാർക്കിങ്ങിന്റെ. ആദ്യത്തെ റോ എടുത്തു, ഒറ്റ 0യേ ഉള്ളൂ, മാർക്കിറ്റ്. ആ 0നെ മാർക്ക് ചെയ്തു. നമ്മളിപ്പോ ചെയ്യുന്നത് എന്ത് മാർക്കിംഗ് ആദ്യം ചെയ്യുന്ന, റോ വൈസ് മാർക്കിംഗ്. റോ വൈസ് മാർക്ക് ചെയ്യുമ്പോൾ എന്താണ് കട്ട് ചെയ്യേണ്ടത്, കോളം ഷുഡ് ബി ക്യാൻസൽഡ്. കോളം ആണ് ക്യാൻസൽ ചെയ്യേണ്ടത്. അപ്പൊ റോ വൈസ് മാർക്ക് ചെയ്തു, കട്ട് ദാറ്റ് കോളം. ഇനി അടുത്ത റോ നോക്കുക, അഗെയിൻ അടുത്ത റോ ഒരു 0യേ ഉള്ളൂ, അതുകൊണ്ട് യു മാർക്ക് ഇറ്റ്. അങ്ങനെ മാർക്ക് ചെയ്താൽ ഉടനെ തന്നെ എന്ത് കട്ട് ചെയ്യണം, കട്ട് ദാറ്റ് കോളം. മൂവ് ഓൺ ടു ദി തേർഡ് റോ. തേർഡ് റോയിൽ എത്ര 0 ഉണ്ട് ഇപ്പോൾ, ആസ് ഓഫ് നൗ ദർ ആർ 2 zeros, അതുകൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. നാലാമത്തെ റോയിലോട്ട് പോവാം. നാലാമത്തെ റോയിലും ഒരു 0 ആണ്, സോ മാർക്ക് ദാറ്റ് 0 and accordingly cut that column. Clear? പിന്നെ നമ്മൾ ഏത് ഓർഡറിലാണ് എന്നറിയാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് യു ക്യാൻ പുട്ട് നമ്പർ എത്രയാണ് എന്നുള്ളത്, അതങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. എന്തുകൊണ്ടാണ് പിന്നീട് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. റോ വൈസ് മാർക്കിംഗ് ക്ലിയർ ആണോ? യു ക്യാൻ റിപ്ലൈ, ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക വെദർ യു ആർ ക്ലിയർ വിത്ത് ദി
റോ വൈസ് മാക്കി. ഓക്കെ, ഓക്കെ മാം. ആ ഇനി മൂവിങ് ടു ദി കോളം വൈസ്. ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഐ എം ഡൂയിങ് ഇറ്റ് വിത്ത് അനദർ കോളം വൈസ്. കോളം വൈസ് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ക്യാൻസൽ ദ റോ ഓൺ ക്യാൻസൽ. ക്ലിയർ? ഇപ്പൊ കോളം വൈസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കോളം ഓൾറെഡി ഇല്ല. മൂവ് ടു ദി സെക്കൻഡ് കോളം. ആകെ ഒറ്റ കോളേ ഉള്ളൂ, അവിടെ ഒറ്റ സീറോയേ ഉള്ളൂ. സോ മാർക്ക് ഇറ്റ് ആൻഡ് cut the row. So initially the question was like this. M1 M2 short ആക്കുവാണ് ഞാൻ. J1 J2 J3 and J4 here. M1 M2 M3 and M4. ഇനി ഇതിൽ അലോക്കേഷൻ എങ്ങനെ എഴുതുന്നു എന്നുള്ളതായിരുന്നു ഒരു ഡൗട്ട് ചോദിച്ചത്. സോ സി ദി ഒപ്റ്റിമൽ അല്ലെങ്കിൽ ദി അലോക്കേഷൻ ഓഫ് ജോബ്സ് ടു മെഷീൻ, ദി അലോക്കേഷൻ ഓഫ് ജോബ്സ് ടു മെഷീൻ ഈസ് ആസ് ഫോളോസ്. അല്ലെങ്കിൽ അലോക്കേഷൻ ഓഫ് മെഷീൻസ് ടു ജോബ് എപ്പോഴും അങ്ങനെ നമ്മൾ ചെയ്യാം. മെന്നിനെ ജോബിലോട്ട് അലോട്ട് ചെയ്യും, മെഷീനെ ജോബിലോട്ട് അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മെഷീൻ ടു ജോബ് അതെങ്ങനെ എഴുതും എന്നുള്ളതായിരുന്നു ഡൗട്ട്. ഇറ്റ് ഇസ് സിമ്പിൾ. സി നമ്മൾ മാർക്ക് ചെയ്തില്ലേ, J1 is for 4 എന്ന് വെച്ചാൽ ജോബ് 1 എത്രാമത്തെ മെഷീനിൽ ചെയ്യും, 4ാമത്തെ മെഷീനിൽ ചെയ്യും. J2 you will do it in M1. J3 you will do it in M2. ഇത് ഈ മാർക്ക് ചെയ്തതിന്റെ ബേസിസിലാണ് എഴുതുന്നത്. ഇപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഫൈനലി J4 is M3. ഇനി ഇതിന്റെ വാല്യൂ എങ്ങനെ എഴുതുന്നു? അത് ഈ ടേബിളിലെ വാല്യൂ അല്ല, ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ വാല്യൂ. കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കുന്നുള്ളതാണ്. ഇപ്പൊ മാം ഈ ചെയ്തില്ല, അതെങ്ങനെ മനസ്സിലാക്കുന്നു? ഇതിലിപ്പോ ഈ അലോക്കേഷൻ എങ്ങനെ മനസ്സിലാക്കുന്നു? J1 M4 അതെ. ആ എൻക്ലോസ് ചെയ്തേക്കുന്ന ബോക്സ് നോക്കിയേ. J1 നേരെ നമ്മൾ ഏതാ മാർക്ക് ചെയ്തേക്കുന്നത്? നേരെ മുകളിലോട്ട് M. അത് J1 അവിടെ ഒരു ബോക്സ് അല്ലേ ഉള്ളൂ. ആ ഇനി കോസ്റ്റ് എഴുതുന്നത് ഇതുപോലെ. ആദ്യം ക്വസ്റ്റ്യന് ഒരു ടേബിൾ വന്നിരിക്കും. ക്വസ്റ്റ്യനിൽ അവിടെ ഇതേ പ്ലേസിൽ ഒരു വാല്യൂ കാണും കേട്ടോ, 7. അപ്പൊ അതാണ് നിങ്ങളുടെ കോസ്റ്റ് എലമെന്റ്, ₹7. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് 1 മെഷീൻ 4 ചെയ്താൽ ₹7. ഇനി അടുത്തത് ഈ പ്ലേസിൽ വരുന്ന വാല്യൂ, അതിനും യു ഹാവ് ടു ഹാവ് ദ ക്വസ്റ്റ്യൻ വിത്ത് യു. ഈ പ്ലേസിലുള്ളത് 3. ഇനി J3 M2 1. ചിലപ്പോൾ ഇത് സിംപ്ലിഫൈഡ് ആയിരിക്കും, 1000
ആയിരിക്കും. അതാണ് ഈ 1 രൂപ എന്നൊക്കെ വരുന്നത്. J4 അലോക്കേഷൻ വന്നത് M3യിലാണ്. സോ J4 M3 2. This 13 rupees. ഈ 13 rupees അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കൊണ്ടുവന്നതിന് ഫർദർ വീണ്ടും കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ്. ദാറ്റ് ഈസ് ചെക്കിംഗ് ഫോർ ഒപ്റ്റിമാലിറ്റി. ഇതുവരെ ക്ലിയർ ആണോ? ഹൗ ടു ഫൈൻഡ് ഔട്ട് ദി കോസ്റ്റ്? ഇതുവരെ ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് റിപ്ലൈ. Okay, if it is clear, you can write down this small question. ഈ ഓപ്പറേഷൻ ജസ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് യു ക്യാൻ റൈറ്റ് ഡൗൺ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റൻ എഴുതിയെങ്കിൽ വി ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്. ഇപ്പം ഞാൻ ഫുള്ള് ഇപ്പോഴും പറയാണ്, ക്വസ്റ്റൻ ഇസ് നോട്ട് കംപ്ലീറ്റ് ഓർ നമ്മൾ ഫുൾ പ്രോസസ്സ് പഠിച്ചിട്ടില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് റോ ഓപ്പറേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് കോളം ഓപ്പറേഷൻ, തേർഡ് സ്റ്റെപ്പ് മാർക്കിംഗ്, അവിടെ വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ യു ക്യാൻ ഡു ദി റോ ഓപ്പറേഷൻ, യു ക്യാൻ ട്രൈ ഇറ്റ് ബൈ യുവർ സെൽഫ്. റോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ആൻസർ കാണിച്ചു തരാം. റോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സ്മോളസ്റ്റ് എലമെന്റ് ഇൻ ഈച്ച് റോ. ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ ഓരോ എലമെന്റിൽ നിന്ന് നമ്മളത് സബ്ട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യനിൽ 80 ആണ് സ്മോളസ്റ്റ് വാല്യൂ. അപ്പോൾ ആ 80 വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം ഓൾ എലമെന്റ്സ്, ദാറ്റ് ഇസ് 120, 100 ഇതിൽ നിന്നൊക്കെ സബ്ട്രാക്ട് ചെയ്യും ആ റോയിൽ. അടുത്ത റോയിൽ ഇതേപോലെ യു വിൽ ഡു ദ പ്രോസസ്. അങ്ങനെ യു വിൽ ഗെറ്റ് ദ ന്യൂ മെട്രിക്സ് ആഫ്റ്റർ റോ ഓപ്പറേഷൻ വിച്ച് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, റോ ഓപ്പറേഷൻ. ദെൻ കോളം ചെയ്യുമ്പോൾ മറക്കരുത് ഈ മെട്രിക്സ് വെച്ച് തന്നെ അടുത്ത കണ്ടിന്യൂ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കോളത്തിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, കാരണം സ്മോളസ്റ്റ് എലമെന്റ് 0 ആണ്. അപ്പൊ ആ കോളം അതുപോലെ എഴുതിയാൽ മതി. പക്ഷെ അടുത്ത കോളം വരുമ്പോഴത്തേക്കും സ്മോളസ്റ്റ് എലമെന്റ് 10 ആണ്. 10 ക്ലിയർ? അപ്പോൾ ആ കോളം എഴുതുമ്പോൾ 10 എന്ന് പറയുന്ന എലമെന്റ് ആണ് എല്ലാ എലമെന്റിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 - 10 10, 10 - 10 0, 30 - 10 20. അടുത്ത കോളം വരുമ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെയും 0 ആണ് സ്മോളസ്റ്റ് വൺ. അപ്പൊ ആ കോളം അതുപോലെ വരുള്ളൂ. ക്ലിയർ? കോളം ഓപ്പറേഷൻ കഴിഞ്ഞ് ടേബിൾ കണ്ടോ? So moving to the marking portion, marking element. So marking വരുമ്പോ ആദ്യം റോ വൈസ് മാർക്കിംഗ്. ആദ്യത്തെ റോ നോക്കി മാർക്ക് ചെയ്തു,
മറക്കരുത്, കോളം കട്ട് ചെയ്യണം. ഇനി അടുത്ത റോ, മാർക്ക് ദി എക്സാക്ട് 1 0 ആണെങ്കിൽ മാത്രമേ മാർക്ക് ചെയ്യാവൂ. സോ കട്ട് ദാറ്റ് കോളം. അടുത്ത റോ നോക്കാം. കണ്ടോ, 0 ഇല്ല. റോയില് അടുത്ത റോയില് 0 ഇല്ല. ഇനി കോളത്തിലും 0 ഇല്ല. സോ ബി സ്റ്റക്ഡ് ഇൻ എ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? സീറോസ് ഇല്ല. യു കാൺ മൂവ് ഫോർവേഡ് വിത്ത് മാർക്കിംഗ്. മാർക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഹൗ വിൽ യു ഡു? Sorry, 10 minus 10 was 0. അപ്പോൾ you will be able to mark. എന്താ പറയുമ്പോൾ കോളം വൈസ് മാർക്ക് ചെയ്തിട്ട് you will cut the row. ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറ്റി. But there will be situations where you could not mark. സീറോസ് ഉണ്ടാവില്ല മാർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയും സിറ്റുവേഷൻസ് വരാം. അതൊക്കെ ആയിരിക്കും നമ്മൾ ഇനി മുന്നോട്ടുള്ള പോർഷനിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കാണുന്നത്. അപ്പോൾ ഇൻ ദിസ് ക്വസ്റ്റ്യൻ അലോക്കേഷൻ ഇസ് ലൈക്ക് ദിസ്. ഇപ്പോൾ ഇവിടെ മുകളിൽ ഒരു 1 2 3 ABC ഉണ്ടായിരുന്നു. അപ്പോൾ 1 is allotted to C, 2 is allotted to B and 3 is allotted to A. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയോ? You can reply. അപ്പോഴേ നമ്മൾ കണ്ട പോലെ if it was the situation where there is no zeros, you have to improve, you have to make changes to that problem. അതൊക്കെ എന്താണെന്ന് പിന്നീട് കാണാം. Okay, this question you can do it by yourself. Solve the following assignment problem. That is, the table shows the time required to complete each job. So ഇവിടെയും സെയിം പ്രോസസ് തന്നെയാണ്. You will perform the row operation. You will get certain values in the new matrix. അത് വെച്ചിട്ട് you will perform column operation. You will mark and finally you will end up with the allocation. ഓക്കെ, അപ്പൊ ഈ മാർക്കിംഗ് വരെ എല്ലാവർക്കും ക്ലിയർ ആണോ? If it is clear, you can reply. The 7th question, you can do it by yourself. Okay, you can take down this values. J1, J4. ഞാൻ ഈ മെറ്റീരിയൽ അതുപോലെ ഷെയർ ചെയ്തേക്കാം. You just write down these values. പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. This is a question which is different from നമ്മൾ ഏർലിയർ ഇപ്പം ഇന്ന് ചെയ്തതും അതുപോലെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞതും എന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയ ഒരു ക്വസ്റ്റൻ ആണിത്.
About the aim here is to allocate the jobs to the workers with minimum time. Question the question is this: the following table shows the number of jobs in a factory to be assigned to 4 workers. Time taken in hours by each worker to perform the different job. ഓരോ ആൾക്കാരും എടുക്കുന്ന സമയമാണ് ആ തന്നിരിക്കുന്നത്. Find the optimal allocation of jobs to workers. അപ്പോൾ മിനിമം ടൈമിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. So positive aspect we try to maximize and negative aspects we try to minimize. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട പെർട്ടിക്കുലർ ഓപ്പറേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് റോ ഓപ്പറേഷൻ. റോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓരോ റോയിലെയും സ്മോളസ്റ്റ് എലമെന്റിനെ ആ റോയിലെ എല്ലാ വാല്യൂസിൽ നിന്നും മൈനസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റൻ ആണിത്. അതിൽ ജസ്റ്റ് ഐ അണ്ടർലൈൻ, അത് പ്രോസസ് ഒന്നും അല്ല, മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓരോ റോയിലെയും സ്മോളസ്റ്റ് വാല്യൂവിനെ നമ്മൾ അണ്ടർലൈൻ ചെയ്തു. ദെൻ 3 - 3 0, 6 - 3 3. Then you will get the new table. You can do the row operation. Row operation ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസറിനെ പറയാം. മാർക്കിംഗ് ഒട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. അതർവൈസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഡു ഇൻ ദി വൈറ്റ് ബോർഡ്. ഓരോ പ്രാവശ്യം ആ ടേബിൾ റബ് ചെയ്ത് ചെയ്യാൻ ടൈം കൺസ്യൂമിങ്. അതുകൊണ്ട് റോ ഓപ്പറേഷനും കോളം ഓപ്പറേഷനും നിങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഇൻ ഓൾ ദി ക്വസ്റ്റ്യൻസ് ഐ വിൽ സ്റ്റാർട്ട് ഫ്രം മാർക്കിംഗ് തൊട്ട് ഞാൻ ചെയ്തു. സോ റോ ഓപ്പറേഷന് മുന്നേ ഉള്ള ടേബിൾ ഇതാണ്. സ്മോളസ്റ്റ് എലമെന്റ് ഐഡന്റിഫൈ ചെയ്തു, ആ റോയിലെ എലമെന്റ്സിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. ഞാൻ എവിടെയെങ്കിലും സ്പീഡ് കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക ഒരാൾ ചാറ്റ് ബോക്സ്. Then we will proceed ഈ വാല്യൂസ് വെച്ച് തന്നെ അല്ലെങ്കിൽ ഈ മെട്രിക്സ് തന്നെ വെച്ച് we will do the column operation. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ 0 ആണ് സ്മോളസ്റ്റ് എലമെന്റ്, സെക്കൻഡ് കോളത്തിൽ 0 ആണ്, പക്ഷെ തേർഡ് കോളം 2 ആണ് സ്മോളസ്റ്റ് വൺ, ആൻഡ് ദി ലാസ്റ്റ് വൺ 0 is the smallest one. സോ ഇതിനകത്ത് തേർഡ് കോളം മാത്രമേ നമുക്ക് ചെയ്യേണ്ടി വരുള്ളൂ, ബാക്കിയെല്ലാം വാല്യൂസ് അതുപോലെ എഴുതിയാൽ മതി. തേർഡ് കോളത്തിൽ 2 ആയിരുന്നു സ്മോളസ്റ്റ് വാല്യൂ. സോ 2 - 0 2, 7 - 2 5, ആസ് സച്ച് അങ്ങനെ നമ്മൾ ആ വാല്യൂസ് റൈറ്റ് ഡൗൺ ചെയ്യും. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് മാർക്കിംഗ്, റോ വൈസ് മാർക്കിംഗ് ആൻഡ് കോളം വൈസ് മാർക്കിംഗ്. ആസ് ഐ സെഡ് ഏർലിയർ, എക്സാക്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എക്സാക്ട്ലി 1 0 ഉള്ള സ്ഥലത്തെ മാർക്ക് ചെയ്യാവൂ. സോ റോ വൈസ് മാർക്കിംഗ് ഐ വിൽ സ്റ്റാർട്ട് ദ പ്രോസസ്. ഇവിടെ തൊട്ട് ശ്രദ്ധിച്ച് നോക്കുക ഈ ക്വസ്റ്റ്യൻ എസ്പെഷ്യലി.
സോ ഇൻ ദി ഫസ്റ്റ് റോ മാർക്ക് ചെയ്യാൻ പറ്റില്ല, 2 സീറോസ് ഉള്ളതുകൊണ്ട്. മൂവ് ടു ദി നെക്സ്റ്റ് റോ. റോ വൈസ് മാർക്ക് ചെയ്താൽ ഡോണ്ട് ഫർഗെറ്റ് ടു ക്യാൻസൽ ദാറ്റ് കോളം. ഇനി അടുത്ത റോയിലോട്ട് പോവുക. തേർഡ് റോ. സി there also 2 zeros are present. You can't mark. അടുത്ത റോയിലോട്ട് പോവുക. അവിടെയും you can't make a marking. റോ വൈസ് മാർക്കിംഗ് ends here. നമ്മളിപ്പം ആദ്യം കണ്ടിരുന്ന ക്വസ്റ്റ്യനിൽ നിന്നും ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? ഐ ഹാവ് അറേഞ്ച്ഡ് എവറിത്തിങ്. അത്രത്തോളം സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്താണ് ഇട്ടേക്കുന്നത് ക്വസ്റ്റ്യൻസ് പോലും. മൂവിങ് ടു ദി നെക്സ്റ്റ്. ഇപ്പൊ റോ വൈസ് നോക്കി തീർന്നു, ഒരു രക്ഷയില്ല. ഇനി ഒരു റോയിലും നമ്മൾ സിംഗിൾ സീറോസ് ഇല്ല. മൂവ് ടു ദി കോളം വൈസ് മാർക്കിംഗ്. ഈ കോളത്തിൽ നോക്കുക, 2 സീറോ ഉണ്ട്, എടുക്കാൻ പറ്റില്ല. Third column, 3 zeros are present, you can't take. Last column, there is a single zero, so enclose it and mark it. വീണ്ടും ഒന്നും കൂടി റീ എക്സാമിൻ ദി റോസ് ആൻഡ് കോളംസ്. സിംഗിൾ സീറോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഞാൻ വീണ്ടും റോ വൈസ് നോക്കുകയാണ്, 2 സീറോ 2 സീറോ. കോളം വൈസ് നോക്കി. ഓക്കെ, ഇനി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല, അതാണ് സിറ്റുവേഷൻ. ക്ലിയർ? ഇതുവരെ എല്ലാവരും ചെയ്തെത്തിയോ? Yes, ma'am. You can reply in the chat box. അങ്ങനെ റിപ്ലൈ പറ്റാത്തവർക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഇങ്ങനെ നമ്മൾ ഒരിക്കൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം വീണ്ടും റീ എക്സാമിൻ ചെയ്യണം. റോ വൈസ് വീണ്ടും ചെയ്യാൻ പറ്റുമോ, കോളം വൈസ് വീണ്ടും ചെയ്യാൻ പറ്റുമോ. സിംഗിൾ സീറോ റോയിലും കോളത്തിലും ഇല്ലാന്ന് എൻഷുർ ചെയ്താൽ it is clear that there is no more single zeros present in the rows and column. We will be in a situation where we get stuck. When there is no more zeros presented unmarked. Present unmarked. അതായത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സിംഗിൾ സീറോ ഇല്ലാത്ത സിറ്റുവേഷൻ. What we does in that situation is we will make an arbitrary selection. We will make a arbitrary selection. Select a zero, that is called, this method is called arbitrary method. Select a zero arbitrarily and
Sorry, again power failure ആയി. So okay, in that situation where we get stuck, we will make an arbitrary selection of a zero. Okay, the zero which we are making arbitrary selection. അല്ലെങ്കിൽ ഈ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഏത് സീറോ ആണോ അതിന് കറസ്പോണ്ടിങ് ആയുള്ള സീറോനെ യു ഹാവ് ടു ക്രോസ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഇതിൽ ഈ സീറോ അല്ലെങ്കിൽ ഈ സീറോ നമ്മൾ സെലക്ട് ചെയ്യാന്ന് തീരുമാനിച്ചു. ഓക്കെ, I have decided to mark this. Okay, row wise ആണ് മാർക്ക് ചെയ്യുന്നത്. I will cut the column. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് സീറോ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇഫ് യു ആർ സെലക്ടിങ് എനി വൺ, ഏതെങ്കിലും ഒരെണ്ണം എടുക്കുമ്പോൾ ആ കറസ്പോണ്ടിങ് ഉള്ളതിനെ ക്രോസ് ഔട്ട് ചെയ്യണം. And also write a small letter a here. That is indicating that you made a arbitrary selection. അത് ഏത് സീറോ വേണേലും ആട്ടോ. അപ്പോൾ ശ്രുതി ഇപ്പൊ ഈ സീറോ ആണ് സെലക്ട് ചെയ്തെങ്കിൽ ആദ്ര ക്യാൻ സെലക്ട് ദിസ് വൺ. അത് നിർബന്ധമില്ല ഏതാവണം എന്നുള്ളത്. യു ക്യാൻ മേക്ക് ആൻ സെലക്ഷൻ. പക്ഷെ ആ സെലക്ഷൻ നടത്തുന്നതിനനുസരിച്ച് അലോക്കേഷനിലൊക്കെ മാറ്റം വരും. ബട്ട് ദ കോസ്റ്റ് റിമൈൻസ് ദ സെയിം. പക്ഷെ അവിടെയും കോസ്റ്റിലും ഒരു ചെറിയ ക്ലാരിറ്റി ഉണ്ട്. അത് അടുത്ത സ്റ്റേജ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ക്ലിയർ ഹൗ ടു മേക്ക് ആൻ ആർബിട്രറി സെലക്ഷൻ. അതായത് ഐ എം എക്സ്പ്ലെയിനിങ് ദാറ്റ് പ്രോസസ് വൺസ് മോർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു സിറ്റുവേഷൻ. ഈ റോ നോക്കി, സെക്കൻഡ് റോ നോക്കി, തേർഡ് റോ നോക്കി, there are no single zeros present. കോളം വൈസ് വീണ്ടും റീ എക്സാമിൻ ചെയ്തു, സിംഗിൾ സീറോ ഇല്ല. അപ്പോൾ യു ഹാവ് ടു വർക്ക് ദ ക്വസ്റ്റ്യൻ മോർ. കാരണം എന്താ, 1, 2 രണ്ട് അലോക്കേഷൻ നടന്നുള്ളൂ. ഹൗ മെനി ജോബ്സ് ആർ ദർ? ദർ ആർ 4 ജോബ്സ് ആൻഡ് 4 മെൻസ്. യു ഹാവ് ടു മേക്ക് 2 more അലോക്കേഷൻ. അപ്പോൾ നമ്മൾ ആർബിട്രറി സെലക്ഷൻ നടത്തിയേ പറ്റുള്ളൂ. അപ്പൊ റോ വൈസ് ഐ ഡിസൈഡഡ് ടു സെലക്ട് ദിസ് റോ, സെലക്ട് ദിസ് സീറോ. Clear? Then I have to automatically cross out this. ഇപ്പൊ നേരെ തിരിച്ച് ഇപ്പൊ റോ വൈസാ ചെയ്തേക്കുന്ന, മറക്കാതെ എന്ത് മാർക്ക് ചെയ്തോണം, കോളത്തിനെ കട്ട് ചെയ്തോണം. ഇത് ഒരു രീതി. ഓക്കെ, ഇനി അല്ല വേറൊരാൾക്ക് തോന്നി ഈ സീറോനെ അങ്ങ് സെലക്ട് ചെയ്യാം. ഈ സീറോനെ സെലക്ട് ചെയ്താൽ സി പാരലലി വരുന്ന റോ വൈസാ ചെയ്യുന്ന. അപ്പം ആ റോയിലെ ഈ സീറോനെ ക്രോസ് ഔട്ട് ചെയ്യണം. എന്നിട്ട് ആർബിട്രറി സെലക്ഷൻ നടത്തിയത് ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് റോ വൈസാണ് ചെയ്തിരിക്കുന്നത്, മറക്കാതെ ആ കോളത്തിനെ കട്ട് ചെയ്യണം. ഇങ്ങനെ രണ്ട് രീതിയിലും യു ക്യാൻ വർക്ക്. ഐദർ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനെ സെലക്ട് ചെയ്യാം ഈ സീറോനെ, അല്ലെങ്കിൽ യു ക്യാൻ ഗോ ആഫ്റ്റർ ദ സെലക്ഷൻ ഓഫ് ദ സീറോ. ഇതിന് ഇങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന വരും വരായികൾ അത് കുറച്ചുകൂടി മുന്നോട്ട് വരാണെങ്കിൽ ഇറ്റ് റിക്വയർസ് സം ടൈം. ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കില്ല. ഓക്കെ, അപ്പൊ ആർബിട്രറി സെലക്ഷൻ നടത്തി നമുക്ക് ആ പ്രോസസ്സിനെ കംപ്ലീറ്റ് ചെയ്താൽ ഫൈനലി യു വിൽ ഗെറ്റ് ദ അലോക്കേഷൻ. ഞാൻ ലാസ്റ്റ് ചെയ്ത മെത്തേഡ് കംപ്ലീറ്റ് ചെയ്യാണ്. ദിസ് വാസ് ദ സിറ്റുവേഷൻ. ഐ മെയ്ഡ് എ സെലക്ഷൻ ഓഫ് ദിസ് വൺ ആൻഡ് ക്രോസ്ഡ് ഔട്ട് ദിസ്. റോ വൈസ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഐ തോട്ട് കോളം ക്യാൻ ബി ക്യാൻസൽഡ്. അഗെയിൻ അടുത്ത റോ നോക്കി, ഒരു സിംഗിൾ സീറോയും ഇല്ല. അടുത്ത റോ ഐ ഫൗണ്ട് എ സിംഗിൾ സീറോ. ഐ മാർക്ക്ഡ് ഇറ്റ്. ദ കോളം ഇസ് ക്യാൻസൽഡ്.
ഇപ്പൊ 4 allocation ആയി. Okay. This is the 4 allocations. Allocation parent table. നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ടേബിളിന്റെ ബേസിസിൽ I found out the value. Means the time required to complete the job by the workers. Any doubts? എന്തെങ്കിലും doubts ഉണ്ടോ? Can ask me. This is the case of making arbitrary selection when there is no single zeros present. If it is clear, you can put it in the chat box that it is clear. നമ്മൾ 3 സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് പഠിച്ചു. ഫസ്റ്റ് വൺ ഇസ് ദ റോ ഓപ്പറേഷൻ, സെക്കൻഡ് വൺ ഇസ് ദ കോളം ഓപ്പറേഷൻ, തേർഡ് വൺ ഇസ് ദി മാർക്കിംഗ്. മാർക്കിങ്ങിനകത്ത് തന്നെ സിംഗിൾ സീറോ പ്രസന്റ് ആവാത്ത സിറ്റുവേഷനിൽ വി വിൽ മേക്ക് ആൻ ആർബിട്രറി സെലക്ഷൻ. ഇത്രയും നമ്മൾ കണ്ടു. വാട്ട് അബൌട്ട് ദി റെസ്പോൺസ് ഫ്രം അതേഴ്സ്? രണ്ടുപേരും റിപ്ലൈ ചെയ്തുള്ളൂ, വെദർ ഇറ്റ് ഇസ് ക്ലിയർ ഓർ നോട്ട്. മാം ആ ലാസ്റ്റ് സീറോ സെലക്ട് ചെയ്യുമ്പം അവിടെ ക്യാൻസൽ ചെയ്യണ്ടേ? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇതല്ലേ നമ്മൾ റോ വൈസ് ക്യാൻസൽ ചെയ്തു കോളത്തിന്. ഓക്കെ. എങ്ങനെയൊക്കെ തന്നാലും ഈ ക്യാൻസൽ ചെയ്യണം. ഈ ക്യാൻസൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇനി അടുത്ത സ്റ്റെപ്പ് ഇപ്പൊ പറയും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ മൂവിങ് ടു ദി നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദി അസൈൻമെന്റ് പ്രോബ്ലം, ദാറ്റ് ഇസ് കോൾഡ് ദി ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ 13 മണിക്കൂർ
Hope I am audible. Again, power failure issue. ചെറിയ പ്രശ്നമാണ്. So first I was using the Wi-Fi and next tether ചെയ്ത് യൂസ് ചെയ്യാം. But anyway, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പോർഷൻ പറഞ്ഞു തീർക്കാം. So moving to the ആരെങ്കിലും ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയാമോ, ഞാൻ പറയുന്നത് കേൾക്കാവില്ല എന്നുള്ളത്? ഓക്കെ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടുപിടിച്ച 13 hours വെദർ യു ക്യാൻ ഫർദർ റെഡ്യൂസ് ആ കോസ്റ്റിനെ വീണ്ടും, അല്ലെങ്കിൽ ആ ടൈമിനെ, ഇവിടെ ടൈം എലമെന്റ് ആണ്, അതിനെ വീണ്ടും കുറയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് തന്നെയാണോ ഫൈനൽ എന്നുള്ളത്, ഒപ്റ്റിമൽ ആണോ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ്. ആൻഡ് ദി ലാസ്റ്റ് സ്റ്റെപ്പ് ഹിയർ ഹൗ വിൽ യു ഡു ഇസ്, നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്തുകൊണ്ടിരുന്നില്ല ലൈൻസ് ഡ്രോൺ ഫോർ എലിമിനേഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ്. If it is equal to the number of rows or column, ഒരു അസൈൻമെന്റ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചോദിച്ചില്ല ഡൗട്ട്സ് ഒന്നും, all the question the metrics will be uniform. എന്നുവെച്ചാൽ നമ്പർ ഓഫ് റോയും കോളവും സെയിം ആയിരിക്കും. 4 പേർക്ക് 4 ജോബ്. നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനിലും അത് തന്നെയാണ്. പക്ഷെ റോയും കോളവും ഈക്വൽ ആയിരിക്കും കേട്ടോ, ഇത് യൂണിഫോം മെട്രിക്സ്. അതുകൊണ്ട് തന്നെ the number of, if the number of lines drawn for elimination is equal to the number of rows or columns, അതോ ആണ് എങ്കിൽ our solution is optimal. But whenever you are making a multiple, whenever you are having a arbitrary selection, ഇപ്പൊ നമ്മൾ കണ്ടില്ലേ 2 രീതിയിൽ 0നെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞത്, ഇങ്ങനെ 2 രീതിയിൽ, ഒരെണ്ണത്തിന് നമ്മൾ ക്രോസ് ചെയ്തു, ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്തു, അങ്ങനെ വരുമ്പോ there will be multiple solution. For example, pattern different ആയിരിക്കും, പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം നിങ്ങൾക്ക് കിട്ടിയ ആ 13 hours എന്ന വാല്യൂ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും കിട്ടുന്നത്. The pattern will be different. ഇപ്പൊ നോക്കിയാൽ അപ്പോഴേ നമ്മൾ ചെയ്തപ്പോൾ W1 worker 1 to J3, worker 2 to J2, worker 3 to J1, worker 4 to J4 എന്നാണ് കിട്ടിയത്. പക്ഷെ ഇതേ കേസ് ഞാൻ ആർബിട്രറി ആയിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഈ ആദ്യത്തെ 0 ആണെങ്കിൽ, ഞാൻ ക്രോസ് ഔട്ട് ചെയ്യുന്നത് ഈ 0 ആണെങ്കിൽ, ദി അലോക്കേഷൻ വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, ബട്ട് ദ ടോട്ടൽ അവേഴ്സ് സെയിം ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? എന്താണ് ഈ ഒപ്റ്റിമാലിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒപ്റ്റിമാലിറ്റി ഈസ് checking whether we are able to further reduce the cost. അതിന് പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ദ നമ്പർ ഓഫ് ലൈൻസ് ഡ്രോൺ ഫോർ എലിമിനേഷൻ, അതിനാണ് നമ്പർ ചെയ്യാൻ പറഞ്ഞത്. 1 2 3 4, 4 ലൈൻസ് ഡ്രോ ചെയ്തിട്ടുണ്ട്. 4 റോ 4 കോളം ആണ്. 4 ഈക്വൽ ടു 4 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദി സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് ഈസ് ഒപ്റ്റിമൽ. അങ്ങനെ അല്ലാത്ത സിറ്റുവേഷനും വരും. There will be a situation where the number of lines drawn for elimination of a row and column is not equal to number of rows or columns. ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ ഞാൻ പറഞ്ഞ ആർബിട്രറി സെലക്ഷനും, ഇഫ് ഹി ഡസ് ആർബിട്രറി സെലക്ഷൻ വാട്ട് ഇസ് ഇറ്റ് പ്രോസ് ആൻഡ് കോൺ എന്നുള്ളത് ഞാൻ എന്താ ഒരേ ക്വസ്റ്റ്യൻ തന്നെ 2 രീതിയിൽ ചെയ്ത സൊല്യൂഷനും ഉണ്ട്. ഐ വിൽ ഷെയർ ദിസ് ടു യു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് we will get different allocation. മനസ്സിലാക്കേണ്ടത് വർക്കർ 1 J3 പോയത്, പക്ഷെ അടുത്ത് ഇത് വരുമ്പോൾ വർക്കർ 1 J1 ബട്ട് ദ ആൻസർ, ഫൈനൽ ആൻസർ വിൽ ബി ദ സെയിം. Any doubts? Clear ആണോ? Yes, ma'am. Others can also reply.